അത് പിന്നെ മോനെ, നിയമപരമായ കുറച്ച് കാര്യങ്ങൾ കൂടെ ശരിയാക്കാനുണ്ട്. അതിനുവേണ്ടി നീ ഇന്ത്യയിലേക്ക് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്കിൾ, എനിക്കിവിടെ അത്യാവശ്യമായിട്ട് കുറച്ച് ജോലിയുണ്ട്. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഞാൻ പുറപ്പെടും. ഓൾറൈറ്റ് മോനെ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. നമുക്കിനി ഇവിടെ വെച്ച് കാണാം. ഓക്കെ, ബൈ. ഇഷാൻ, നിന്റെ വീട് കാണാൻ ഞാൻ എന്ത് എക്സൈറ്റഡ് ആണെന്ന് അറിയോ? എനിക്ക് ഈ സ്ഥലം കണ്ടിട്ട് പോലും മനസ്സിലാവുന്നില്ല. 15 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നത്. ശരിക്കും? ദേ അവിടെ കാണുന്ന മല കണ്ടില്ലേ? ദേ അവിടെ. ഇവിടുന്ന് അവിടെ വരെയുള്ള മുഴുവൻ സ്ഥലവും നമ്മുടെ. പണ്ടിതൊക്കെ നമ്മുടെ ഫാമുകളായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയും അച്ഛനും മരിച്ചതിന് ശേഷം ഇതെല്ലാം വെറും തരിശു നിലമായി കിടക്കുകയാണ്. അങ്ങനെ നമ്മളിതായിത്തീരിക്കുന്നു. വാഗേന, നമുക്ക് അകത്തേക്ക് പോകാം. ഞാൻ നിനക്ക് എൻ്റെ വീട് കാണിച്ചു തരാം. ഞാൻ വല്ലാതെ ക്ഷീണിച്ചു. ഇത്ര പെട്ടെന്നോ? വാവ്, അടിപൊളി സ്ഥലമാണല്ലോ. കൊള്ളാലോ. നിനക്ക് ഇഷ്ടമായോ? യെസ്, നിന്റെ പാലസ് ശരിക്കും അടിപൊളിയാണ്. എൻ്റെ കുട്ടിക്കാലം മുഴുവനും ഞാൻ എവിടെയാ ചിലവഴിച്ചത്. വാവ്, എന്ത് രസമാ കാണാൻ. ശരി ഇഷാൻ. അങ്കിൾ, what a pleasant surprise. വെൽക്കം ബാക്ക് മോനെ. നീ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് സുഖമാണ് അങ്കിൾ. മോനെ, നീ വരുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് നീ ഒരു വാക്ക് പറഞ്ഞതെങ്കിൽ ഞാൻ എയർപോർട്ടിലേക്ക് വരില്ലായിരുന്നോ? അങ്കിൾ എന്തിനാ അതിന് വെറുതെ ആവശ്യമില്ലാത്ത? Come on son, ഇതിലേക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളത്? അങ്കിൾ, ഇതെന്റെ കൂട്ടുകാരി കൈനാഥ്. ഹലോ അങ്കിൾ, how do you do? I am doing well. How are you doing? Thanks. Oh, that's great. വാ മോനെ, നമുക്ക് അകത്തേക്ക് പോവാം. എന്നാലും മോനെ, ഇത്രയും തമാശയൊന്നും വേണ്ടായിരുന്നു കേട്ടോ. നീ വരുന്ന കാര്യം ഞങ്ങളെ ഒന്ന് അറിയിക്കാമായിരുന്നു. അതുപോലെ കയനാത്ത് വരുന്ന കാര്യം നിന്നെ വെൽക്കം ചെയ്യാനുള്ള സമയമെങ്കിലും എനിക്ക് കിട്ടുമായിരുന്നല്ലോ. ആ ഗോപാൽ, മോൻ സാധനങ്ങളൊക്കെ എടുത്തോ. മോൻ എന്നോട് ആ ഫുട്ബോൾ ക്ലബ്ബ് മേടിക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? വളരെ നല്ലതാണ്, നല്ല സ്കോപ്പുള്ള കാര്യമാണ്. നമ്മൾ അതിൽ നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും നമുക്കൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ I'm so happy. എനിക്കും സന്തോഷമായി. ഇഷാൻ, നിനക്ക് സുഖമാണോ? എനിക്ക് വളരെ സന്തോഷായി. നീ എപ്പോഴാ വന്നൊന്നും പറഞ്ഞില്ലല്ലോ. Anyways, Kainath, meet my daughters. ഇത് ശ്വേത. ഹായ്. ഹായ്. പിന്നെ ഇവളാണ് സ്വാങ്വി. സ്നേഹത്തോടെ ഞങ്ങൾ ഇവിടെ സന്നു എന്നാണ് വിളിക്കുന്നത്. ഹായ്. ഹായ്. ഹേ, how are you ശാന്ത്? ഈ സുന്ദരി ധാരാണ്? ഇതെന്റെ ഫിയാൻസിയാണ് കൈനാഥ്. വൈകാതെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാനൊക്കെയാണ്. മൊനൈഷൻ, നീ നല്ല ടയർഡായി കാണും. കുറച്ചു നേരം പോയി റെസ്റ്റ് എടുക്കേ. നമുക്ക് ഡിന്നറിന് കാണാം. ശരി അങ്കിൾ, വാ നമുക്ക്.
ആദ്യം നീ അകത്തേക്ക് വാ. വാവ് ഇഷാൻ, എന്തൊരു അടിപൊളി കൊട്ടാരാ ഇത്. ശരിക്കും നല്ല ഭംഗിയുണ്ട്. ആ ബെഡ്റൂം ആണല്ലോ. അപ്പോ നിന്റെ വീട് നല്ല ഭംഗിയുള്ളതാ അല്ലേ? നിന്നേക്കാളും കൂടുതലൊന്നും അല്ല. സാറേ, ഈ സാധനങ്ങൾ എവിടെയാ വെക്കുക? സാധനങ്ങളൊക്കെ ഇതാ അവിടെ വെച്ചോളൂ. ശരി മാഡം. ഇഷാൻ, ഒരു കാര്യം പറയട്ടെ. ഉം. നിന്റെ വീട് കണ്ടപ്പോ എനിക്ക് തോന്നുന്നത് എന്താണെന്നോ, ഞാൻ സ്വർഗത്തിലെത്തിയതുപോലെ ഉണ്ട്. കൈനാഥ്, ഞങ്ങളുടെ ഈ കൊട്ടാരം ഇപ്പോൾ വെറും പേരിന് മാത്രമുള്ളതാ. ഇപ്പോൾ ഇത് പൈതൃക സ്വത്താണ്. നമ്മൾ ഇന്ത്യയിലേക്ക് വന്നത് ഇത് സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഡോണ്ട് വറി, നീ തന്നെയാ ജയിക്കുക. അങ്കിൾ രാജ്വി, ഈ സ്ഥലം ശരിക്കും വളരെ ഭംഗിയുള്ളതാ. ആര് കണ്ടാലും ഈ സ്ഥലത്തെ ഒന്ന് പ്രേമിച്ചു പോകും. എന്റെ ആഗ്രഹവും ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ താമസിക്കണമെന്നാ. ഇറ്റ്സ് ഓൾ യുവേഴ്സ് മോളെ. ഇത് നിങ്ങളുടെ വീടും കൂടിയാണല്ലോ. അങ്കിൾ, പറയൂ ഇഷാൻ. ഇപ്രാവശ്യം ഞാൻ ഇന്ത്യയിലേക്ക് 10-12 ദിവസത്തേക്കാണ് വന്നത്. അപ്പോൾ കൊട്ടാരത്തിന്റെ പേരിൽ എന്തെങ്കിലും നിയമ പ്രശ്നങ്ങളുണ്ടെങ്കിലും അങ്കിൾ ഇത് സോൾവ് ചെയ്തേക്കണം. വെൽ ഇഷാൻ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. നീ ഇന്ന് വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നാളെ തന്നെ വക്കീലിനെ കാണാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തേനെ. കൈനാഥ്, ഒരു ആപ്പിളിങ് എടുക്കാം മോളെ. ആ, അതിനെന്താ അങ്കിൾ. താങ്ക്സ് മോളെ. വെൽക്കം അങ്കിൾ. എന്തായാലും നാളെ നിങ്ങളൊന്ന് കറങ്ങിട്ട് വാ. കൈനാഥിനെ നമ്മുടെ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. അത് കഴിഞ്ഞിട്ട് നോക്കാം മോനെ ജോലിയുടെ കാര്യം. ഓക്കെ. അപ്പോൾ സാൻവി, നിന്റെ വിശേഷമൊക്കെ പറഞ്ഞേ. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ബോറടി. ഈ വലിയ കൊട്ടാരത്തിന്റെ ഉള്ളിൽ എന്നാ പിന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ നീ ഞങ്ങളുടെ കൂടെ വരാത്തതുകൊണ്ടാ? നീ എന്നെ വിളിച്ചത് പോലും ഇല്ലല്ലോ. എന്നാൽ ഞാൻ നിന്നെ നേരിട്ട് വന്ന് കണ്ടാലോന്ന് ആലോചിക്കായിരുന്നു. പക്ഷേ എന്നാ പിന്നെ നീ ഇപ്രാവശ്യം ഞങ്ങളുടെ കൂടെ വരുമല്ലേ? ഇല്ല, മറ്റൊരിക്കലാവട്ടെ. അതുപോലെ ഇഷാൻ, നീ കൈനാഥിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അത് ശരിയാണല്ലോ കൈനാഥ്, നീ നിന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്ത. ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്. പിന്നെ ഇഷാൻ, നീ തന്നെ പറ. എന്നെ പോലെ തന്നെ കൈനാഥനും അമ്മയും അച്ഛനും ഇല്ല. ഇവള് വളരെ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. എനിക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമാണ്. അധികം വൈകാതെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോവാണ്. ഞാൻ ഇപ്പൊ വരാം. സംഗവി, എന്ത് ഭ്രാന്തം മോളെ നീ കാണിക്കുന്നേ? അച്ഛാ, അച്ഛൻ എന്താ അത് പറയാതിരുന്നത്? അപ്പൊ അച്ഛനും എന്റെ അടുത്ത് ഒളിപ്പിച്ചൂല്ലേ? മോളെ, എല്ലാ കാര്യങ്ങളും നിന്റെ കൺമുമ്പിലല്ലേ നടക്കുന്നത്. ഇനി ഇതിൽ എന്താ ഒളിച്ചു വെക്കാനുള്ളത്? അച്ഛാ, അച്ഛനെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതുവരെ ഒന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. നീ ഇത് നിർത്തിയാൽ മതിയാവും മോളെ. അവൻ കൈനാഥിനെ സ്നേഹിക്കുന്നു എന്നുള്ളതും കല്യാണം കഴിക്കാൻ പോകുന്നുള്ള കാര്യം നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. ഞാൻ ചെറുപ്പം മുതൽ ഇന്ന് വരെ ഇഷാനെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ അച്ഛാ. ഇഷാനെ എന്റെ മനസ്സിന് പുറത്താക്കാനാവില്ല. ഞാൻ ഒരിക്കലും തോൽവി സമ്മതിച്ചു കൊടുക്കില്ല. കാരണം പ്രണയത്തിലും യുദ്ധത്തിലും എല്ലാം ന്യായമാണ്. ഓരോരു ചുവടിലും ബലമുണ്ടാവും. എന്റെ ജീവൻ പോയാലും എന്റെ പ്രണയത്തിനെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഉറപ്പായോ അത് നടക്കും അച്ഛാ. നിനക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്യേ. പക്ഷെ എന്റെ മോള്, ഈ അച്ഛൻ പറയുന്ന ഒരു കാര്യം അതൊരിക്കലും മറക്കരുത്. ഒരു വ്യക്തിയുടെ പ്രണയവും അഭിമാനവും അതൊരിക്കലും പിടിച്ചു വാങ്ങാനാവുന്നതല്ല. ഗുഡ് മോർണിംഗ്.
ഗുഡ് മോർണിംഗ്. ആ ജനലൊന്ന് അടയ്ക്ക്, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ പ്ലീസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡാർലിംഗ്. ഇഷാൻ, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ, ശല്യം ചെയ്യല്ലേ. നീ നിന്റെ കണ്ണ് തുറന്ന് നിന്റെ ഈ സൗന്ദര്യം എന്നെ ഒന്ന് ഉറങ്ങാൻ വിട്. ഉറങ്ങുമ്പോ നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ? എന്നെ സോപ്പിടാണല്ലേ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. കമൻ. ആരോ വളരെ സ്നേഹത്തോടെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആരുമില്ല, ഇത് സാൻവിയ. അവൾ എപ്പോഴും എന്നോട് ഗുഡ് മോർണിംഗ് ഇങ്ങനെ പറയാറ്. അതായത് എന്റെ ചെറുപ്പം മുതൽ ഇങ്ങനെ തന്നെയാ. ഓ ഐ സീ. ഐ എം ഫീലിംഗ് സംതിങ്. അസൂയ തോന്നുന്നുണ്ടോ? യെസ്. അപ്പൊ ഇന്ന് എന്നെ എവിടെയൊക്കെ കറങ്ങാൻ കൊണ്ടുപോകാനാണ് പ്ലാൻ? ഇവിടെ മൊത്തമായി. നിനക്ക് തോന്നുന്നില്ലേ ഒരു ദിവസം എന്നുള്ളത് അത്ര മതിയാവില്ല എന്ന്? ആ, സാധ്യതയുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് സാൻവി. മോർണിംഗ്. വീടെല്ലാം കംഫർട്ട് ആയോ? ഓക്കെ അല്ലേ? ആ, നിങ്ങൾ എങ്ങോട്ടും പുറത്തേക്ക് പോവാണോ? എങ്ങോട്ട്? നമ്മള് കുട്ടിക്കാലത്ത് കളിക്കാറില്ലേ, അങ്ങോട്ടേക്ക്. നമ്മള് കുട്ടികളല്ല ഇഷാൻ, നമ്മള് വളർന്നു. വാ, നമുക്ക് പോയിട്ട് വരാം. ചെറുപ്പത്തെ ഓർമ്മകളൊക്കെ റീകളക്ട് ചെയ്യുന്ന നല്ല കാര്യമില്ല. എന്റെ മനസ്സിലിപ്പോ എല്ലാ ഓർമ്മകളും ഉണ്ട് ഇഷാൻ. പക്ഷേ നീയായിരിക്കും മറന്നത്. അതൊക്കെ വിട്. നിങ്ങൾ പോയി അടിച്ചു പൊളിക്ക്. ഡൺ. ഓക്കെ, ബൈ. തമ്പുരാട്ടി, പോയാലോ? യാ, ബൈ. ബൈ, എൻജോയ്. ഇഷാൻ, ഇന്ന് ഈ എസ്റ്റേറ്റ് മുഴുവൻ നീ എനിക്ക് ചുറ്റിക്കാണിക്കാം. ആഹാ, അതിൽ എനിക്ക് ഇവിടെയുള്ള കാണിക്കാം. എല്ലാം രാത്രി കാണണം. കാണാം. രാത്രിയാവുന്നത് വരെ നോക്കി കറങ്ങാം. പിന്നുണ്ടല്ലോ, എനിക്ക് നല്ലൊരു ഡേറ്റ് വേണം. മനസ്സിലായോ? അത്രയ്ക്ക് നിർബന്ധമാണോ? അതെ, പ്രോപ്പർ ഡേറ്റ് തന്നെ ആയിരിക്കണം. എന്നെ ജർമ്മനിയിൽ വെച്ച് നീ കൊണ്ടുപോയില്ലല്ലോ. ഇന്ത്യയിൽ എന്തായാലും ഡേറ്റിന് പോയേ പറ്റൂ. റൊമാൻറ്റിക് പ്ലേസ്, റൊമാൻറ്റിക് കൺട്രി, റൊമാൻറ്റിക് നിമിഷങ്ങൾ. വൗ, ശരിക്കും അടിപൊളി സ്ഥലം തന്നെയാ ബേബി. അത് ശരി തന്നെയാണ്. ലവ്ലി. ഹേയ്, അതെന്താ? അത് ഞങ്ങളുടെ ബോട്ടിംഗ് ക്ലബ്ബാണ്. ഞാനിവിടെ Wow. എപ്പോഴും വരാറില്ല. മൂവിയിലുള്ളത് പോലെ. നീ ഇവിടെയുള്ള ആ മരം കണ്ടില്ലേ? അതിന്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ട്രീ ഹൗസ്. ചെറുപ്പത്തിൽ ഞാനും സാമിയും ചേർന്ന് ഒരുമിച്ച് ഉണ്ടാക്കിയതാ. ഐ ലവ് യു ഇഷാൻ, ഐ ലവ് യു. നിനക്കത് ഭ്രാന്ത. ഐ ലവ് യു ഇഷാൻ. ഇനി നിനക്കത് ഭ്രാന്ത് പിടിച്ചോ? ഒന്ന് താഴെ ഇരിക്കുക. എന്ത് നല്ല കാലാവസ്ഥയാന്ന്. യു നോ, ഐ ലവ് യു ഇഷാൻ. എനിക്ക് ഇനി സഹിച്ചിരിക്കാൻ പറ്റില്ല. ഐ വാണ്ട് ടു പീ ബേബി. ചേടാ, നീ ഒന്ന് സമാധാനത്തോടെ അവിടെ ഇരിക്കേ. നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തും. ഇഷാൻ, വണ്ടി നിർത്ത്. ശരി. ഓ ഗോഡ്, കാണുമ്പോ തന്നെ പേടിയാവുന്നു. ഇഷാൻ, ഇവിടെ നല്ല ഇരുട്ടാണല്ലോ. കാണുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു. അതുകൊണ്ടല്ല ഞാൻ ആദ്യമേ പറഞ്ഞു വാ വീട്ടിൽ പോകുന്നു. പക്ഷെ നിനക്കല്ല ഇത്രയും ധൃതി. നീ ആദ്യം വേഗം ഇറങ്ങ്. വാ പോ. ഇനി ഇതിനും ഞാൻ കൂടെ വരണോ? ചെല്, ഞാനിവിടെ കാത്തിരിക്കാം. ഓക്കെ? എന്തൊരു ദുഷ്ടനാ.
പേടിച്ചില്ലേ? ഞാൻ പേടിച്ചു വർഷം. ഒന്ന് വാടി. ഹൗ സ്റ്റുപ്പിഡ്. എന്തൊരു മണ്ടിയത്. വേഗം ആവട്ടെ ഇഷാൻ, നല്ലോണം തണുക്കുന്നുണ്ട്. ഞാനൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. എന്തുപറ്റി? സ്റ്റാർട്ടാവ്. ആർക്കറിയാം ഇത് സ്റ്റാർട്ട് ആവുന്നില്ല. ഓ ഷിറ്റ്. വണ്ടി നമുക്കിട്ട് പണി തന്നാ തോന്നുന്നത്. ഓഹോ. ഓ ഗോഡ്. അത് ശരി. എന്തു പറ്റി? ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു കഷ്ടമായത്. എന്തു പറ്റി? കാറ് പണി തന്നാ ഓ തോന്നുന്നു. റിയലി? ഇനി നമ്മൾ എന്താ ചെയ്യാ? ഇവിടെ ആണെങ്കിൽ നല്ല ഇരുട്ടാണല്ലോ. എനിക്ക് നല്ലോണം പേടിയാവുന്നുണ്ട്. ചെയ്തില്ലേ പറ്റൂ. ഐ ആം സോ സ്കാർഡ്. വാട്ട് വിൽ വി ഡു? നീ ഇങ്ങനെ പേടിക്കാതിരിക്കേ. ഓ താങ്ക് ഗോഡ്. എക്സ്ക്യൂസ് മീ, ഞങ്ങളുടെ വണ്ടിക്ക് പെട്ടെന്ന് എന്തോ സംഭവിച്ചു. ഞങ്ങളെ ഒന്നും അങ്ങോട്ടേക്ക് ആക്കാൻ പറ്റുമോ? ആ അതിനെന്താ. വളരെ നന്ദിയുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. നീ ഇരിക്കേ, കേറിയിരിക്കേ. നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഓക്കേ, വാ ഇറങ്ങ്. ഡ്രോപ്പ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഹേ കരൺ, അകത്ത് വന്ന് നിങ്ങളൊരു കോഫി കുടിക്കുന്നോ? നോ താങ്ക്സ്, ഞാൻ മറ്റൊരു ദിവസം വരാം. നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ ബൈ. സൂക്ഷിച്ചു പോണം കേട്ടോ. നമുക്ക് പിന്നെ കാണാം. അപ്പൊ കാണാൻ കൊണ്ട് വരാം. ബൈ, ഗുഡ് നൈറ്റ്. വാ നമുക്കകത്ത് പോവാം. ഈശ്വരൻ സഹായിച്ചതുകൊണ്ടാ അയാള് സമയത്തിന് വന്നത്. എനിക്കിപ്പോഴും വല്ലാതെ പേടി തോന്നുന്നുണ്ട്, കാര്യായിട്ടും. സംഗ്വി, നിങ്ങൾക്കറിയാവണതല്ലേ ഈ ഷാനും സംഗ്വിയും പരസ്പരം എത്രത്തോളം സ്നേഹിക്കാണതുള്ളത്? നീ എന്തിനാ ഇങ്ങനെ വെറുതെ അവിടെ അകറ്റാനും വേണം ശ്രമിച്ചോണ്ടിരിക്കുന്നേ? നിനക്ക് നല്ല പോലെ അറിയാലോ ഇഷാൻ എനിക്ക് ചെറുപ്പം തൊട്ട് വളരെ ഇഷ്ടമാണെന്ന്. എനിക്ക് അവനില്ലാതെ ജീവിക്കാനാവില്ല. പക്ഷെ നിന്റെ ഇടത്തിൽ മറ്റൊരു പെണ്ണുണ്ടല്ലോ, ഇപ്പോഴും നീ എന്താ ചെയ്യൂ? ശ്വേത, നിനക്കൊരു പക്ഷെ അറിയില്ലായിരിക്കും, ഇഷാനെ നേടിയെടുക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. എന്തും ചെയ്യുമെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് എന്തും ഞാൻ ചെയ്യും. എന്നെങ്കിലും ഒരിക്കൽ
അവനെ ഞാൻ എന്റെ സ്വന്തമാക്കും. മിസ്റ്റർ കർണ, നിങ്ങൾ നേരിട്ട് പോയി CA കാണണം. അത് നമ്മൾ Okay, ടേക്ക് ഓവർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ. Okay, പെർഫെക്റ്റ്. ഓക്കെ സർ. വെരി ഗുഡ്. ഓക്കെ. അടുത്ത 2 ദിവസം ഞാൻ സിറ്റിയിൽ ഉണ്ടാവില്ല. ആ സമയം കൊണ്ട് നിങ്ങൾ ഓഡിറ്റിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിരിക്കും. ആ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾ ഇഷാനെ കാണിക്കണം. അവനെല്ലാം ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഓൾറൈറ്റ് സർ. ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും ജോലികളൊക്കെ തീർത്തിരിക്കണേ. ഓക്കെ സർ. എങ്കിൽ ശരി മിസ്റ്റർ കർണ, നിങ്ങൾ പോയിക്കോളൂ. ഓക്കെ സർ. ഇപ്പൊ പൊയ്ക്കോളാം, നമുക്ക് പിന്നെ Okay, sir. സംസാരിക്കാം. പറയാം അങ്കിൾ. അത് മോനെ, മിനിസ്ട്രിയിൽ മാത്രം പേപ്പറുകൾ കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് നേരിട്ട് പോയി തന്നെ ഒന്ന് കണ്ടാലോ? നീ ഓക്കെ ആണെങ്കിൽ നമുക്ക് നാളെ തന്നെ പോകാം. ശരി അങ്കിൾ, എന്നാൽ നമുക്ക് പോയി കാണാം. എങ്കിൽ നാളത്തേക്കുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കാം. ശരി, ഓക്കെ, ടേക്ക് കെയർ. ഓക്കെ. ഇഷാൻ, ഹേയ്, കരൺ, ആയ്, സുഖം തന്നെയല്ലേ? ആ സുഖം തന്നെ. നിനക്ക് സുഖമാണോ? എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ എന്താ കാര്യം? അത് ഞാൻ ഈ ഹോട്ടലിലാണ് താമസിക്കുന്നേ. നീ എന്താ ഈ പറയുന്നത്? ഈ ഹോട്ടൽ എന്റെയാണ്. വാവ്, ഓക്കെ കരൺ, നിങ്ങൾ എന്താണ് ഞങ്ങളുടെ അതിഥിയായിട്ട് വരാൻ പോകുന്നതാ? സർപ്രൈസ് തരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഇഷാൻ. ഞാൻ നിന്റെ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരും, സർപ്രൈസ് ആയിട്ട്. മോനെ ഇഷ, പറയൂ. ഞാൻ ആലോചിക്കായിരുന്നു ഞാൻ എയർപോർട്ടിൽ നേരെ മിനിസ്ട്രിയിലേക്ക് പോയാലോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് മിനിസ്ട്രിയുടെ ടേബിളിൽ നമ്മുടെ ഫയൽ വീണിരിക്കും. നാളെ രാവിലെ അതിൽ സൈനും വീഴും. പിന്നെ മല്ലിക് സാർ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോൻ ഇങ്ങനെ വരുന്നത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചേരം ഹോട്ടലിൽ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം വന്നാൽ മതി. എന്ത് പറയുന്നു? മല്ലിക് സാറിന്റെ വീട്ടിലെ ഡിന്നറിന് ശരി. പോവുകയും ചെയ്യാം. അതുപോലെ സൈക്കിൾ സാറിന്റെ ആ പ്രോജക്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. കൈനാഥ്, ഞാൻ ഒരു ദിവസത്തേക്ക് പോയിട്ട് വന്നേക്കാം. ഞാൻ നിന്നെ മിസ് ചെയ്യും. ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ കൈനാഥ്. ഐ ലവ് യു. I love I you. love ഞാൻ നിങ്ങളെ വളരെ മിസ് ചെയ്യുന്നു അച്ഛാ. വേഗം വരണോ കേട്ടോ. ശരി, ഞാൻ വരാം. ശരി, വരട്ടെ. സൂക്ഷിച്ചിരിക്കണം കേട്ടോ. ശരി, ഓക്കെ, വരട്ടെ. ബൈ. ബൈ. പോയാലോ? ഓക്കെ, ലെറ്റ്സ് ഗോ. ബൈ കാനാത്ത്. Bye. ബൈ ഡിയർ. അബ്സല്യൂട്ട്ലി. പിന്നെ മോനെ, നീ ആ പേപ്പറുകളെല്ലാം വായിച്ചു നോക്കിയായിരുന്നല്ലോ അല്ലേ? ശരി. സംഗ്വി, നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നീ ശരിക്കും പേടിച്ചു പോയോ? നീ നീ എങ്ങനെ ഇവിടെ എത്തിയത്? നീ ഒറ്റയ്ക്കല്ലേ? ഈശാനും ഇവിടെ ഇല്ല. നിനക്ക് നല്ല ബോറടിക്കുണ്ടാവൂലോ, അതുകൊണ്ടാ ഞാൻ കരുതിയത് നിന്നെ വന്ന് കാണാമെന്ന്. ഓ, നന്ദിയുണ്ട്. അതൊക്കെ വിട്ടേക്ക്, വാ, നീ എന്റെ കൂടെ വാ. എന്നാ വാ.
ആരാ അത്? ഇഷാൻ, ആരാ അവിടെ? ആരാത്? ആരാത്? എന്തു പറ്റി കായനാഥ്? നീ എന്തിനാ ഇത്ര ഉച്ചത്തിൽ ബഹളം വെച്ചത്? സംവി, അവിടെ ആരോ ഉണ്ടായിരുന്നു. പേടിക്കണ്ട കായനാഥ്, പേടിക്കണ്ട. ഉറപ്പായും നീ ഇരുട്ട് കണ്ടു പേടിച്ചതായിരിക്കും. അല്ല, ഞാൻ വെറുതെ പറയുന്നല്ല. അവിടുന്ന് ആരോ വരുന്നത് ഞാൻ കണ്ടായിരുന്നു. അവിടുന്ന് ആരോ വരുന്നത് പോലെ എനിക്ക് തോന്നി. നോക്ക്, ഇവിടെ ആരും തന്നെ ഇല്ല. എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ആരോ ഉണ്ട്. ഞാൻ പറയുന്നത് വിശ്വസിക്ക് സംവി, ഇവിടെ ആരോ ഉണ്ട്. കായനാഥ്, ഈശാൻ പോലും ഇവിടെ ഇല്ലാത്തതാണ്. അതുകൊണ്ടാ നീ ഇത്ര പേടിക്കുന്നേ. ചെറുപ്പം മുതൽ ഞാൻ ഇവിടെ ജീവിച്ചത്. നിനക്ക് തോന്നുന്ന ഒന്നും തന്നെ ഇവിടെ ഒന്നുമില്ല. ചെല്ല്, പോയി കിടന്ന് ഉറങ്ങ്. ഗുഡ് മോർണിംഗ്. ഇഷാൻ, നീ എപ്പോഴാ വന്നേ? കായനാഥ്, ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇഷാൻ, എനിക്ക് എന്തോ ഇവിടെ ശരിയല്ലെന്ന് തോന്നുന്നുണ്ട്. എന്താ നീ പറയുന്നത്? ഐ മീൻ, എനിക്കെപ്പോഴും തോന്നുന്നത് ആരോ എന്നെ എപ്പോഴും നോക്കുന്നുണ്ടെന്നാണ്. ആരോ ഇവിടെ എന്റെ പുറകെ തന്നെ ഉണ്ട് ഇഷാൻ. ഒന്ന് വിടണ്ട കായനാഥ്, എന്തൊക്കെയാ നീ പറയുന്ന? ഞാൻ തമാശയൊന്നുമല്ല പറയുന്ന ഇഷാൻ. എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നീ പേടിക്കണ്ട, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ എന്താ പറഞ്ഞു വരുന്നത്? കായനാഥ്, ഞാനില്ലാതെ നിനക്ക് ഒരു ദിവസം പോലും പറ്റില്ല. അതിന്റെ അർത്ഥം നിനക്ക് എന്താണെന്ന് അറിയാവോ? നിനക്ക് ബാധ പിടിച്ചിരിക്കുക. നിനക്ക് എന്റെ ബാധ പിടിച്ചിരിക്കുക. അങ്ങനെയാണോ? മോനെ, എനിക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാനുണ്ടായിരുന്നു. അതുപോലെ ചില കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു. അപ്പോ ഞാൻ ആലോചിച്ചത്, ഹേയ് കരൺ, എന്റെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. ആരാണിവൻ? ഹലോ, ഞാൻ ഇന്ന് നിന്റെ കൊട്ടാരം കാണാമെന്ന് കരുതിയാ വന്നത്. ഹായ് കൈനാഥ്, സുഖം തന്നെയല്ലേ? ഹായ്, എനിക്ക് സുഖം തന്നെയാ. നിനക്ക് സുഖം തന്നെയാ? താങ്ക് യു. അതുപോലെ സുന്ദരമായ പൂവ്, സുന്ദരിയായി വളരെ വളരെ നന്ദിയുണ്ട്. അങ്കിൾ, ഇതാണ് കരൺ. ഹലോ യങ് മാൻ. ഹായ്. സുഖമല്ലേ? ആ, സുഖമാണ്. നീ എന്താ ചെയ്യുന്നേ? തൽക്കാലം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഒരാളെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നത് എനിക്ക് അവളെ കിട്ടിയേക്കുമെന്നാണ്. ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു. ഇവനായിരുന്നു അന്ന് രാത്രി ഞങ്ങൾക്ക് ലിഫ്റ്റ് തന്നത്. ഇവൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അന്ന് രാത്രി എന്താ സംഭവിക്കാന്നറിയില്ല. അങ്ങനെയാണോ? എങ്കിൽ ഞാൻ നിന്നോട് നന്ദി പറയുന്നു. നീ ഞങ്ങളുടെ കുട്ടികളെ രക്ഷിച്ചില്ലേ? പ്ലഷർ. ബൈ ദ വേ, ഞാൻ നിനക്ക് എന്റെ മക്കളെ പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. ശ്വേത, സംവി, ഇനി വന്നേ. ശ്വേത, ഇത് കരൺ. കരൺ, ഇതെന്റെ മൂത്ത മകൾ ശ്വേത. ഹായ്. പിന്നെ ഇത് സാങ്വി, എന്റെ കണ്ണിലെ കൃഷ്ണമണി എന്ന് പറയാം. മുതലാളി, ആഹാരം എടുത്തു വെച്ചു. എങ്കിൽ ശരി, നമുക്ക് ആഹാരം കഴിച്ചാൽ ശരി. അതെ ചേട്ടാ, ഈ ഫ്ലവർ ഒന്ന് അങ്ങോട്ട് വെച്ചേക്ക്. എനിക്കിതൊരു മനസ്സവി ഭ്രാന്തിയായിട്ടാണ് തോന്നുന്നത്. കൈനാഥ്, ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാണ്. അതിനുള്ള ശരിயான ഉത്തരം വേണം തരാൻ, സത്യസന്ധമായിട്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ ലോകത്തൊക്കെ പോകുന്നുണ്ടാണല്ലോ അല്ലേ? മോശമായ ചിന്തകളും വരാറുണ്ട് അല്ലേ? നിങ്ങൾ പെട്ടെന്ന് പേടിക്കുകയും ചെയ്യും. നിങ്ങൾ ഈ പറഞ്ഞത് വളരെ ശരിയാണ് ഡോക്ടർ. ഈയിടെയായിട്ട് ഞാൻ കൈനാത്തിൽ ഒരുപാട് വ്യത്യാസം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് പ്രശ്നം ഇഷാൻ. മാനസിക രോഗികളിൽ ഇത് സാധാരണമായി കാണുന്നതാണ്. അവർ തങ്ങളുടെ സാങ്കല്പിക ലോകത്ത് പോയി സോറകളിൽ മുകളിൽ ഭയപ്പെടുത്തുന്ന ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ പലപ്പോഴും ഇവർ ആ മുഖങ്ങളിൽ ദുരാത്മാക്കളാണെന്ന് വിശ്വസിക്കുകയും ചെയ്യാറുണ്ട്. അതിലും വിചിത്രമായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഉള്ളിൽ വല്ലാത്ത ഭയവും ഉണ്ടാകുന്ന. ഡോക്ടർ, ഇത് വെറും ഒരു ഹാലുസിനേഷൻ മാത്രമല്ല. എനിക്ക് വേറെ ഒരു കുഴപ്പമില്ല. ഇതെന്റെ യാഥാർത്ഥ്യമാണ്. ആരോ എന്റെ ചെവിയിൽ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നു. ആരോ വന്ന് എന്നെ തൊട്ടിട്ട് പോകുന്നു. എനിക്ക് ഇതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഡോക്ടർ. ഞാൻ കാണുന്നുണ്ട്. എനിക്ക് മാനസിക അസുഖമൊന്നുമില്ല. മിസ്റ്റർ ഇഷാന്ത്, ഖായന തന്റെ സാങ്കല്പിക ലോകം യാഥാർത്ഥ്യമായി കാണാൻ തുടങ്ങിയിരിക്കുന്നത്. അവരുടെ കണ്ണിന്റെ താഴെ കാണുന്ന ആ കറുത്ത പാടുകളില്ലേ, ആ പാടുകൾ പറയുന്നത് ഇവർ ദിവസങ്ങളായി ഉറങ്ങിട്ട് എന്നുള്ളതാണ്. ഇവർ ഉറങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്കിൾ രാജ്വീർ, നിങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ഇതൊക്കെ എന്റെ യാഥാർത്ഥ്യമാണ്. എനിക്ക് ഭ്രാന്തൊന്നുമില്ല. സാൻവി, നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എനിക്കറിയാത്. കായനത്തിനെ കുറിച്ച് ചിന്തിക്കില്ലായിരുന്നോ? അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കറിയാം ഇഷാൻ, നീ കായനത്തിനെ കുറിച്ചാണ് ചിന്തിക്കായിരുന്നത്.
മനസ്സിലാക്കാത്തത് എന്താണ് ഇഷാൻ? ഞാൻ എത്ര നേരം ഇത് പറയുന്നു. ഈ കൊട്ടാരത്തിൽ ആരോ ഒരാള് ഒരു നിഴല് പോലെ എന്റെ പുറകെ തന്നെ വരുന്നുണ്ട്. എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുമുണ്ട്. ആരോ എന്റെ ചെവിയിൽ വന്നിട്ട് എന്റെ പേര് വിളിച്ചിട്ട് പോകുന്നുണ്ട് ഇഷാൻ. എനിക്ക് മനസ്സിലാവുന്നില്ല ഇഷാൻ, അവർക്ക് എന്റെ കയ്യിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന്. കൈനാഥ്, ഇത് മറ്റൊന്നുമല്ല, ഇത് വെറും നിന്റെ തോന്നലുകൾ മാത്രം. എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ എന്തൊക്കെയാണോ കാണുന്നത് അത് മാത്രമേ ഞാൻ വിശ്വസിക്കാറുള്ളൂ. ഇഷാൻ, ഞാൻ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ല. എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്ക്. കൈനാഥ്, കൈനാഥ്, മാഡം, മാഡം, മാഡം. കൈനാഥ്, ആ പറയൂ മിശ്ര. എന്ത്? എവിടെ? ശരി, താൻ അവിടെ തന്നെ നിൽക്കേ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. അങ്കിൾ, ഇതെങ്ങനെ സംഭവിച്ചേ? എനിക്കൊന്നും അറിയില്ല. കണ്ട ഉടനെ സാറിനെ വിളിച്ചു വരുത്തി. മോനെ, നീ ടെൻഷൻ അടിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ.
ഇഷാൻ, നീ കയനത്തിനെ കൂട്ടി വീട്ടിലേക്ക് പോയിക്കോളൂ. ഇത് ഞാൻ നോക്കിക്കോളാം. ശരി. വയ്ക്കാം മോളെ. മിശ്ര, കമ്മീഷണറെ വിളിക്കേ. ശരി സാർ. മദന്റെ മരണം, കയനാത്തിന്റെ ഈ അവസ്ഥ, ഇപ്പോ എന്റെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു വരുന്നു. ശരിക്കും ഈ വീടിന് ആരുടെയെങ്കിലും കണ്ണു തട്ടിയിട്ടുണ്ടോ? എന്തോ ഒന്നുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എങ്ങനെയാ നിങ്ങൾ എല്ലാവരും ഞാനിത് പറഞ്ഞ് വിശ്വസിപ്പിക്കാന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കും എന്നെ വിശ്വാസമില്ല. ഇവിടെ ആരുടെയോ ഒരാളുടെ പ്രസൻസ് ഉറപ്പായുമുണ്ട്. എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുമുണ്ട്. പക്ഷെ അതിനെ നിങ്ങൾക്കൊന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു മൃഗവുമല്ല, മനുഷ്യനുമല്ല. അതെ ഈശാൻ, എനിക്കിതെല്ലാം വെറും കഥയായിട്ടാ തോന്നുന്നേ. എനിക്ക് കായനാത്തിന്റെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. ദുർബല മനസ്സുള്ള ഒരാൾക്ക് ഒരു തുള്ളി ചോര കണ്ടാൽ മതി, അപ്പോൾ അവൾക്ക് അവളുടെ ബോധം നഷ്ടപ്പെടുന്നു. ഇവിടെ കായനാത്താണെങ്കിലോ ആ വേലക്കാരന്റെ ശരീരം ഭീകര രൂപത്തിൽ കണ്ടതല്ലേ. ഒരുപക്ഷെ ഇതെല്ലാം അതുകൊണ്ടുമായേക്കാം. ബൈ ദ വേ, എനിക്ക് പോകാൻ സമയമായി. ബൈ അങ്കിൾ. ബൈ ഈശാൻ. എന്തോ കയനാത്ത് പറയുന്നതാണ് സത്യം എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഭൂതം, പ്രേതം, ആത്മാവ് അതൊന്നും തീർത്തും ഇല്ലെന്നും പറയാനാവില്ല. എന്തുപറ്റി മോളെ? അയ്യോ, എന്ത് പറ്റി? പേടിക്കേണ്ട കാര്യങ്ങൾ ഒന്നുമില്ല. I see. വൊമിറ്റ് ചെയ്തത് കാരണം ബ്ലഡ് പ്രഷർ കൂടിയിട്ടുണ്ട്. ഉം. വീണ്ടും ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ All right. പ്ലീസ് കോൾ മീ. കൈനാത്ത് എന്തുപറ്റി? കൈനാത്ത്, കൈനാത്ത് എന്തുപറ്റി? കൈനാത്ത്, കൈനാത്ത്,
മുതലാളി, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെകുത്താനെ വിശ്വസിക്കേണ്ടതുണ്ട്. ഒരു ദുരാത്മാവ്, വളരെ ദുഷിച്ച ആത്മാവ്, ആ ആത്മാവാണ് മാഡത്തിനും ശല്യപ്പെടുത്തുന്നത്. ആ ആത്മാവ് കാരണമാണ് അവർക്ക് ഈ കഷ്ടപ്പാടുകൾ. അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഈ വീട്ടിൽ നിന്ന് ദുരാത്മാവിന്റെ ആത്മാവുണ്ടെന്നാണോ? അത് കായനാത്തിനെ മാത്രം ബുദ്ധിമുട്ടിക്കാണോ? ഇത് 21ാം നൂറ്റാണ്ടാണ് ചേട്ടാ. ഇനി ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ മറ്റാരും എന്താണ് കാണാത്തത്? മറ്റാർക്കും എന്താണ് ഇത് അനുഭവപ്പെടാത്തത്? അങ്കിളും താൻവിയും ശ്വേതയും എത്ര വർഷങ്ങളായി ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നു. പക്ഷെ ഇതുവരെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലല്ലോ. മുനൈഷാൻ, ഒരു മിനിറ്റ്. ഗോപാൽ പറയുന്നതിലും സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇയാൾ പറഞ്ഞു വന്നത് അങ്കിൾ, നിങ്ങളും ഞാൻ കായനാത്തിനെ തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല മുതലാളി. കാരണം ആത്മാവ് മാഡത്തിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. എന്നാലും ആത്മാവ് മാഡത്തിനെ കൊന്നുകളയും. അവരുടെ ജീവൻ പോകും. പറയാതിരിക്കെ. കായനാത്തിനോ ദുരാത്മാവിന്റെ ഇടയിൽ ഞാനുണ്ടാകും. കായനാത്തിന് എന്നിൽ നിന്നും പിരിക്കുന്നതിന് മുമ്പ് അതിനാദ്യം എന്റെ ജീവൻ എടുക്കേണ്ടി വരും. റിലാക്സ് ഇഷാൻ, റിലാക്സ്, ജസ്റ്റ് റിലാക്സ്. കായനാത്തിനൊന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയുന്നേ. മുതലാളി, ഈ ലോകത്ത് ഒരാൾക്ക് മാത്രമാണ് മാഡത്തിനെ ഇനി രക്ഷിക്കാൻ കഴിയുള്ളൂ. ആ ഒരാൾ മലൻ ബാബയാണ്. മോശം കിട്ടാതെ അലയുന്ന വളരെ അപകടകാരിയായ ഏതോ ഒരു ആത്മാവാണ്. പക്ഷെ സ്വാമി, നിങ്ങളുടെ മാന്ത്രിക വിദ്യകളിൽ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവില്ലേ? എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാവില്ലേ? ഉണ്ട്. ആ ആത്മാവ് ഈ പെൺകുട്ടിയുടെ ശരീരത്തെ പൂർണ്ണമായും തന്റെ പരിധിയിലാക്കിയിരിക്കുന്നു. എന്ത് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഇതിനെ തടഞ്ഞേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ വല്ലാതെ സമയം വൈകിപ്പോകും. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ സ്വാമി, പക്ഷെ ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാകൂ.
പൊക്കോ ഇവിടുന്ന്, പൊക്കോ ഇവിടുന്ന്. ഞാൻ ചോദിച്ചത് നീ ആരാണെന്നാണ്. നിന്റെ ഈ തന്ത്രവും മന്ത്രവും ഒക്കെ ഉപയോഗിച്ച് എന്നെ ഒന്നും ചെയ്യാനാവില്ല. പൊക്കോ ഇവിടുന്ന്, പോവാനാ പറഞ്ഞത്. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയേ. നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ. ഇവിടുന്ന് പോകേണ്ടത് നീയാണ്. ഈ പെൺകുട്ടിയുടെ ശരീരം ഉപേക്ഷിച്ച് പോയിക്കോളൂ ഇവിടുന്ന്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഭസ്മമാക്കും. ഈ നിമിഷത്തിനായി ഞാൻ ഒത്തിരി കാത്തിരുന്നതാണ്. ഇവളെ കൊണ്ട് ഞാൻ പോകുന്നതിൽ നിന്നും എന്നെ ആർക്കും തടയാനാവില്ല. മുതലാളി, ഞാൻ ഇപ്പോഴും നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. മാഡത്തിനെയും കൂട്ടി മലൻശാമിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ നോക്ക്. അദ്ദേഹത്തിന് മാത്രമേ നിങ്ങൾ സഹായിക്കാനാകൂ. അല്ലാതെ ഈ ലോകത്ത് ഒരു ശക്തിക്കും നമ്മുടെ മേടത്തെ ഇതിൽ നിന്ന് രക്ഷിക്കാനാകില്ല. മലൻ ബാബ, ഈ ലോകത്തിന് അല്ലാഹുവിന് ഇവിടെ ആരുമില്ല. ഞാൻ ആശ്രമം മാറാമ പോണില്ലാണ്. കേൾക്ക്, രണ്ട് കൈകൾ തുറന്നു പിടിച്ചുകൊണ്ട് ആ ചകുത്ത മുന്നോട്ട് നീങ്ങുകയാണ്. ആ ദുരാത്മാവ് അധികം വൈകാതെ തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ. ആ ദുരാത്മാവിടെ വിജയിച്ചാലേ ഈ ലോകത്തിൻ മുഴുവതും നാശം മാറി വിതറുന്നത്.
ആ പെൺകുട്ടീനെ ആ ദുരാത്മാവിൽ നിന്നും ആർക്കും രക്ഷിക്കാനാവുന്നില്ല. ആരെ കൊണ്ടും രക്ഷിക്കാനാവുന്നില്ല. ആർക്കും രക്ഷിക്കാനാവില്ലെന്നോ? എന്താണ് ഈ പറയുന്നത്? ഇത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അതിനായി ഞാൻ മരിക്കേണ്ടി വന്നാലും. എടാ വെഡ്ഡി, ആ ദുരാത്മാവിന് എനക്കൊന്നും ദിനം ചെയ്യുന്നാവുന്നില്ല. നിനക്ക് ധൈര്യവും ആവേശവും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആത്മാവിനോട് പോരാട കഴിയുമെന്ന് ഉള്ളത് ഉറപ്പാണ്. ഈ പ്രണയത്തില് വളരെ അധികം ശക്തിയുണ്ട്. നിനക്കറിയണതുള്ളതോ അത് ആരാണെന്നുള്ളത്? നിന്റെ ജീവിതത്തെ താറുമാറാക്കിയത് ആരാണെന്ന്? ഇപ്പോൾ നിന്റെ വീട്ടിലുള്ളത്, ഇപ്പോൾ നിന്റെ ജീവിതത്തിലുള്ളതും നിന്റെ ഭാര്യത്തിന്റെ ശരീരത്തിൽ ഇപ്പോൾ ഉള്ളതും ആരാണ്ട് അവളുടെ ശരീരത്തിൽ? കരൺ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താണ് വിശ്വസിക്കേണ്ടത് പോലും അറിയില്ല. എന്താണ് ഇവിടെ നടക്കുന്നത്? വരൂ ഇഷാൻ സിംഗാനിയ. ആരാണ് നീ? എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? നീ ആരിൽ നിന്നാണോ കായനാത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്, ആ വ്യക്തിയാണ് ഈ ഞാൻ. ഇനി ഒരു മന്ത്രവാദം കൊണ്ടോ ഏലസ് കൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ കായനാത്തിനെയും കൊണ്ടേ ഇവിടെ നിന്നും പോവുകയുള്ളൂ. എന്നിൽ ജീവനുള്ളിടത്താണ് നിനക്ക് കായനാത്തിനെ തൊടാൻ പോലും പറ്റില്ല. കായനാത്തിനെ ഇനി ആർക്കും രക്ഷിക്കാനാവില്ല. കായനാത്തിന്റെ ആത്മാവ് ഇപ്പോൾ എന്റേതായി കഴിഞ്ഞിരിക്കുന്നു. അതിനെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോകും. നിനക്ക് എന്താണ് വേണ്ടത്? കായനാത്ത് നിന്നെ എന്ത് ചെയ്തിട്ടാണ്? 70 വർഷങ്ങളായി ഞാൻ ഏത് പ്രണയമാണോ അന്വേഷിച്ച് നടന്നുകൊണ്ടിരുന്നത്, ആ സമയം ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നെ ജീവനോടെ വിടണടാ. എനിക്കിതൊന്നും വിശ്വസിക്കാനാവുന്നില്ല. മോനെ, അവൻ ഉറപ്പായി പോയിരിക്കുന്ന കൈനാത്തിന്റെ അടുത്തേക്കായിരിക്കും. വാ, നമുക്ക് അങ്ങോട്ട് പോവാം.
സാൻവി, ഇഷാൻ, നീ ഇവിടെ എന്റെ അടുത്ത്? സീരിയസ്ലി? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നീ എന്നെ പ്രണയിക്കുന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമാണ് സാൻവി. അതുപോലെ ഞാനും നിന്നെ അതിഗാഠമായി തന്നെ പ്രണയിക്കുന്നു. സാൻവി, ഞാൻ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കായനാത്തിനെ നമ്മുടെ വഴിയിൽ നിന്നും ഇല്ലാതെയാക്കണം. ഇഷാൻ, നിന്നെ നേടാനായി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. എന്ത് വേണമെങ്കിലും ചെയ്യും. സാൻവി, ഞാനും കായനാത്തിനെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുകയാണ്. അവൾ എന്തായാലും മരണത്തിലേക്ക് നടക്കുകയാണല്ലോ. ശരിക്കും എന്നെ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവളുടെ കഴുത്തിലുള്ള ഏലസ് നീ ഊരിക്കളയണം. പിന്നെ എല്ലാം നടക്കും. I love you so much, Ishan. I love you. എന്നെങ്ങനെ ഒത്തിരി സ്നേഹിക്കുന്നു ഇഷാൻ, ഒത്തിരി അധികം സ്നേഹിക്കുന്നു. അതെ സാൻവി, ഞാനാണ്. നീ ആഗ്രഹിക്കുന്നത് ഇഷാനെയാണ്, ഞാൻ പ്രണയിക്കുന്നത് കായനാഥിനെയും. നീ നിന്റെ പ്രണയത്തെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ അതുപോലെ ചെയ്യണം.
കായനാഥ്, 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 ജ്യൂസ് കുടിക്ക് പ്ലീസ്. കായനാഥ്, നിനക്കിപ്പോ ഭേദമായിട്ട് തോന്നുന്നുണ്ടോ? എന്നാ പിടിക്കേ, ജ്യൂസ് കുടിക്കേ. നീ എന്താ കരുതിയത്? നിന്റെ അലക്സിനെ കണ്ട് ഞാൻ ഇവിടുന്ന് പേടിച്ച് ഓടിപ്പോകുന്നു. നിനക്ക് വേദനിക്കുന്നില്ലേ? ആരാ വേദനിക്കുന്നില്ലേന്ന്? എനിക്ക് കാത്തിരിക്കുക അമാവാസി വരെ. അതിനുശേഷം നിന്റെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറിയിരിക്കും. നിന്റെ ദുഷ്ട ലക്ഷ്യങ്ങളിൽ നീ വിജയിക്കാൻ ഞാൻ നിന്നെ ഒരിക്കലും സമ്മതിക്കില്ല. ഒരിക്കലും. ഈശാൻ, ദൈവത്തെ ഓർത്ത് എന്നെ രക്ഷിക്ക്. ഈശാൻ, ഈശാൻ, എനിക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട്. എന്നെ ഒന്ന് രക്ഷിക്ക്. ഈശാൻ, എന്നെ ഒന്ന് രക്ഷിക്ക്. അങ്കിൾ, എനിക്ക് മനസ്സിലാവാത്തത് കായനാഥിന്റെ കഴുത്തുന്ന ആ ഏല സൂര്യത ആരാണ്? അതും എന്തിനു വേണ്ടി? മോനെ, ഇതേ ചോദ്യം തന്നെയാണ് ഞാൻ എന്നോടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാ അത് ചെയ്തത്? ആർക്കാ അതുകൊണ്ട് ഉപകാരമുള്ളത്? എത്ര ആലോചിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. എന്റെ തലയാകെ മരവിച്ചിരിക്കുകയാ. ഈ വീടിന് ആരുടെ കണ്ണാണോ കിട്ടിയത്? ഇഷാൻ, അവസാനം നീ എന്റേതായി. എന്നേക്കും എന്റേത് മാത്രം. എന്നേക്കും. സാൻവി, നീയാണോ കായനാഥിന്റെ കഴുത്തുന്ന ആ ഏല സൂര്യത? ഞാൻ എന്തിനാ സൂര്യ എടുക്കുന്നേ? ഞാനൊരു ഏല സൂര്യ എടുത്തിട്ടില്ല. ഞാൻ വീണ്ടും ചോദിക്കാണോ, ഏല സൂര്യത നീയാണോ? എനിക്കറിയാം, നീ കായനാഥിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. കായനാഥിനെ ഓർത്ത് ഓരോ ദിവസവും ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ഒരിക്കലും നിന്റേതാവുകയില്ല. ഇഷാൻ, ഞാനാണ് ആ ഏല സൂര്യ എടുത്തത്. എന്ത്? ഞാനാണത് അഴിച്ചെടുത്തത്. കാരണം എനിക്ക് മനസ്സിലായി ഇഷാൻ, നീ ഒരിക്കലും എന്റേതാവില്ല. എന്നാൽ എനിക്ക് നീ ഇങ്ങനെ കായനാഥിന് വേണ്ടി മരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ കരന്റെ ശരിക്കുള്ള പേര് കരൺ കട്യാൽ എന്നാണ്. അവനൊരു ഫോറസ്റ്റ് ഓഫീസർ ആയിരുന്നു. ഫോറസ്റ്റ് ഓഫീസർ?
ഇവിടെയൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ ആരും വന്നിട്ടില്ലെന്നാണ്. ഇവിടെ താമസിച്ച മഹാന് പെയിന്റിംഗ് വളരെ ഇഷ്ടമായിരുന്നെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഏതൊരു ആദിവാസി പെൺകുട്ടിയുടെ ചിത്രമാണിത്. ആദിവാസിയോ? അങ്കിൾ, ഈ ചിത്രത്തിലെ സ്ത്രീയെ കണ്ടിട്ട് കായനത്തിനെ പോലെയുണ്ട്. എന്ത്? നീ എന്തായി പറയുന്നത് ഈഷാൻ? കയനാത്തോ? അതും ഒരു ആദിവാസിയുടെ രൂപത്തിൽ? എനിക്ക് അങ്ങോട്ടൊന്നും പിടികിട്ടുന്നില്ല. എനിക്കും എന്തോ ഇത് മനസ്സിലാവുന്നില്ല. എന്തോ ഒരു രഹസ്യമുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഈ സ്ഥലവും കരണും തമ്മിൽ, അതുപോലെ ഈ ചിത്രവും പിന്നെ കായനാത്തിനും ഇടയിൽ. ഈഷാൻ, ഇവിടെ അടുത്ത് തന്നെ ഒരു ആദിവാസി ഗ്രാമമുണ്ട്. നമുക്ക് അവിടെ പോയാൽ എന്തെങ്കിലും വിവരം കിട്ടിയേക്കുമായിരിക്കും. കാരണം ഉറപ്പായിട്ടും ഈ ചിത്രം ഒരു ആദിവാസി പെൺകുട്ടിയുടെ തന്നെയാണ്. ശരി. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ചിത്രത്തിൽ കാണുന്ന പെൺകുട്ടിയെ നിങ്ങൾക്കറിയാമോ? ഇല്ല, ക്ഷമിക്കണം. നീ ഒന്ന് നോക്കി. ഇല്ല, എനിക്കറിയില്ല. ഒരു പക്ഷേ അതാ അദ്ദേഹത്തിന് അറിയായിരിക്കും. താങ്ക് യു. ചേട്ടാ, ഈ പെൺകുട്ടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തോ? ഈ പെൺകുട്ടിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന്.
എടേ ഇവിടെ വാ. സാറേ, എന്റെ അമ്മയ്ക്ക് തീരെ സുഖമല്ല. അതുകൊണ്ടാ ഞാൻ ഇന്ന് ജോലിക്ക് വന്നത്. എന്താണ് നിന്റെ പേര്? കുസും. അടുത്തേക്ക് വാ. ഇവരെ കണ്ട ശരിക്കും എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. ഇത് എന്റെ ചിത്രമാണോ സാറേ? ഇന്ന് അമാവാസ രാത്രിയാണ്. ഇന്ന് ആ ദുഷ്ടന്റെ ദുഷ്ടത്തരം അതെന്റെ പാറമ്മേലായിരിക്കും. ഈ രാത്രിയോടെ ഇരുട്ട് ഇന്ന് ആ ക്ഷകത്താണ്ട ശക്തിയെ 100 മടങ്ങാണ് അധികമാക്കിയത്. അർദ്ധരാത്രി ആകുന്നതിന് മുമ്പേ ആ പിശാസിന്റെ അസ്ഥികൂടത്തിനെ നിങ്ങൾ കത്തിച്ച് കളയേണ്ടതുണ്ട്. മലൻ സ്വാമി, അവളുടെ അസ്ഥിക്കൂടെ എവിടെയാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇതിൽ 4 എണ്ണമുണ്ട്. ഇതിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് എത്തി വെക്കാന്ന്. ചെല്ല്, അല്ലാ നിന്നെ കാത്തിരച്ചിക്കട്ടെ.
ഈശാൻ, മോനെ കവടി പുറത്തിറക്കെ. തീർച്ചയായിട്ടും അങ്കിൾ. ഇനി രണ്ടാമത്തെ എറിയ മോനെ. ശരി അങ്കിൾ. മോനെ ഈശാൻ, നാലാമത്തെ കവടി എറിയേ. എറിയും മോനെ. ഇഷാൻ, ഇത് ആ സ്ഥലം തന്നെയാണെന്ന് തോന്നുന്നു. അതെ അങ്കിൾ, ഇതാണ് ആ സ്ഥലം. നമുക്ക് പോവാം അങ്കിൾ. ശരി, വാ പോവാം. ഇഷാൻ വേഗം വേഗം, ഇഷാൻ ഹറിയാം. പോകാം അങ്കിൾ. ശ്വേത മോളെ. ശ്വേത, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? മോളെ ശ്വേത. മോളെ ശ്വേത, മോളെ ശ്വേത, എന്ത് പറ്റി മോളെ? ഡാഡി, സാങ്വിനി അത് കൊണ്ടു കളഞ്ഞു. സാൻവിക്ക് എന്ത് എന്ത് കൊന്നു? എനിക്ക് ഒന്നും അതറിയില്ല. ഇവിടെ എന്താ രക്ഷിക്കണം പ്ലീസ്.
ഈശാൻ, എന്നെ എങ്ങനെങ്കിലും ഒന്ന് രക്ഷിക്ക്. ഈശാൻ, എന്റെ അടുത്തേക്ക് വാ. ഈശാൻ, ഇഷാൻ അരുത്. ഇഷാൻ അങ്ങോട്ട് പോവരുത്. ദൈവത്തെ വെറുതെ അങ്ങ് പോവല്ലേ. ഇഷാന്ത് അങ്ങോട്ട് പോവല്ലേ. വേണ്ട, വേണ്ട ഇഷാന്ത്, വേണ്ട. എന്റെ അടുത്തേക്ക് വാ ഈശാൻ, അടുത്തേക്ക് വാ. ഇന്ന് നിനക്ക് എന്നെ തടയാൻ പറ്റില്ല. രാജകുമാരൻ വരും, എന്നിട്ട് രാജകുമാരിയെ എടുത്തോണ്ട് പോവും. अंकल श्वेता ആ ഭാഗത്തേക്കാണ് അങ്കിൾ. എവിടെ പോയാ? അവൻ ഇവിടെ അടുത്തെവിടെയെങ്കിലും തന്നെ കാണും. ഇഷാന്ത്, അവിടെ നോക്ക്. അവിടെ എന്റെ കാണാൻ പറ്റുന്നുണ്ട്. കിട്ടി.
ഇഷാൻ മോനെ, ഈ സ്ഥലമാകാൻ സാധ്യതയുണ്ട്. ശരി അങ്കിൾ. അറിയാമായിരുന്നു എനിക്ക് அந்த அல்லாஹ்னை தவிர வேற யாரும் வந்து காப்பாற்ற பറ്റില്ല. ധൈര്യമായിട്ടിരിക്കി. എന്നിട്ടാണ് സെഗത്താണ് നീ നേരിട. അല്ലാഹ് നിന്റെ കൂടത്താനുണ്ട്. ജയിക്കാന്നുള്ള നിന്റെ വാശിയാണ് നിന്റെ പ്രണയത്തിൽ രക്ഷിക്കാൻ പോകുന്നുള്ളത്. ഈ ബാബ പേരിന്റെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന പുണ്യ സ്ഥലം. നീ ഈ ജലം ആ ചെകുത്താന്റെ ശരീരത്തിന്മേൽ തെളിക്കിன்ற നിമിഷം തന്നെ ആ ചെകുത്താൻ കത്തി ഇല്ലാതാകും. കായനാഥ്, കായനാഥ്, എഴുന്നേ കായനാഥ്, കണ്ണു തുറക്ക്. കായനാഥ്, 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 നിന്റെ കണ്ണു തുറക്ക് കായനാഥ്. ഞാൻ പറയുന്നത് കേൾക്ക്.